ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്നും ഈ കാര്യത്തിൽ വളരെ രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരണമെന്നും ജൂത റബ്ബിമാർ ഇസ്രായേൽ സർക്കാരിനോട് ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ മതവിഭാഗവുമായിട്ട് പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ജൂത റബ്ബിമാർ എന്ന് പറയുന്നത്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ബന്ദികളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു ബന്ദിയുടെ 2 വീഡിയോ ആണ് ഹമാസ് ഇപ്പോൾ പുറത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ദയനീയമായ അവസ്ഥയും ഭക്ഷണം കിട്ടാത്തതും മരുന്ന് കിട്ടാത്തതും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതികൾ നേർക്കുനേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതുമായിരിക്കുന്ന ഒരു വീഡിയോ പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. ലോകത്തെ തന്നെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കാര്യം, ഗസയിലെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഒരവസ്ഥ എത്രത്തോളം ഭയാനകരമാണോ അതിനപ്പുറം ഭയാനകരമാണ് ഹമാസിൻ്റെ കൈവശത്തിലുള്ള ബന്ദികളുടെ ജീവിത അവസ്ഥകൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഗസയിൽ പട്ടിണി നടത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ബന്ദികൾക്കാണ്. അവർ പറയുന്ന കാര്യം ഭക്ഷണം കൊടുക്കാനില്ല, അത് ഇസ്രായേൽ തടഞ്ഞു വെക്കുന്നു. മരുന്ന് കൊടുക്കാനില്ല, രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരോ ബന്ധപ്പെട്ട ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത് നിങ്ങളുടെ തന്നെ പൗരന്മാരായിരിക്കുന്ന ബന്ദികളാണ് എന്നതിനാൽ ഗസക്ക് നേരെ ഏതൊരു തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും അത് സാരമായിട്ട് അവരെ ബാധിക്കും എന്ന് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റബ്ബിമാർ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം 2 രീതിയിൽ അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഈ സൈനിക മേധാവികളുമായി ബന്ധപ്പെട്ട് അവർ സുരക്ഷിതരല്ല എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് എൻ്റെ പുറത്തു വന്നതാണ്. അതവർ പറയുന്ന കാര്യം, പരമാവധി ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിൻ്റെ രഹസ്യം ചോർത്താനും അവരുടെ സൈനിക മേധാവികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംവിധാനത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗസക്കകത്ത് ഇപ്പോൾ നടക്കുന്ന എല്ലാ വിഷയവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഇസ്രായേലിനെ യമൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. യമൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാത്തൊരു വിഷയമുണ്ട്. അവർ ഹൈപ്പർസോണിക് മിസൈൽ വിടുന്ന സമയത്ത് അതിന് അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനം സാധാ മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നല്ലാതെ ഹൈപ്പർസോണിക് മിസൈലൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ നേരെ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭൂമിയിൽ വീകുന്നു, പൊട്ടിത്തെറിക്കുന്നു, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ആ സംഭവങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. അത് രാജ്യത്തിൻ്റെ അകത്തുള്ള ഭീഷണി ചെറുക്കാൻ പോലും സാധിക്കാതിരിക്കുന്ന സമയത്താണ് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഉണ്ടായത്. ആ വിഷയത്തിൽ ഒന്നാണ് ഈ പറയപ്പെടുന്ന ബന്ദിയുടെ വീഡിയോ പുറത്തു വിട്ടതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അതോടുകൂടി പ്രക്ഷോഭങ്ങളായി, സമരങ്ങളായി, റോഡ് തടസ്സപ്പെടുത്തുന്നതായി, സർക്കാർ മന്ദിരത്തിൻ്റെ മുൻപിൽ നിരാഹാരം സത്യാഗ്രഹം ഇരിക്കുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടുത്തെ 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ 1.25 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും കൃത്യമായ രീതിയിൽ ഒരു ബന്ദിയെ പോലും മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു ബന്ദിയെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെടിവെപ്പ് കാര്യങ്ങൾ നടന്നു. 2 ബന്ദി അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ സമാധാനമായിരിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഒരു ബന്ദിയെ പോലും ഇസ്രായേലിന് മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ പറ്റുക എന്നുള്ള 52ഓളം ബന്ദികൾ ഇപ്പോൾ ഈ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 20 പേരോളം ജീവനുള്ളവരും 30 പേരുടെ മൃതദേഹവുമാണ് ഉള്ളത്. ഇത് പരസ്പരം അങ്ങോട്ടും കൈമാറാൻ വേണ്ടി ഏകദേശം ഖത്തറും ഈജിപ്തും തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. ഇസ്രായേൽ ആ കരാർ വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല. അതോടുകൂടി വീണ്ടും വിഷയങ്ങളായി, വീണ്ടും പ്രശ്നങ്ങളായി. ഇപ്പം നിലവിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ രാഷ്ട്രീയമായ രീതിയിൽ ഈ മേഖലയിൽ യുദ്ധം തുടർന്ന് കൊണ്ടുപോകുന്നിടത്തോളം കാലം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് വലിയ മെച്ചമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മേലിൽ 3ഓളം ക്രിമിനൽ കേസുകളുണ്ട്. ആ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നത് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ഈ മന്ത്രിസ്ഥാനം രാജിവെക്കാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടിയുള്ള പ്രധാനമായിരിക്കുന്ന കാരണം രാജ്യത്ത് യുദ്ധങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകുന്ന സമയത്തും അത്രയും സമയം കോടതിയോടൊക്കെ സംസാരിക്കാൻ വേണ്ടി പറ്റും. രാജ്യം യുദ്ധത്തിലാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കോടതിയിൽ ഹാജരാവാനോ വിധി വിസ്താരം നടത്താനോ സാധിക്കില്ല. നീട്ടിത്തരണം പല ഘട്ടത്തിലായി പറഞ്ഞിട്ടുണ്ട്. കോടതി നീട്ടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം തുടർന്ന് പോരുമോ അത്രത്തോളം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ആശ്വാസമാണ് ഉണ്ടാവുക എന്നതിനാലാണ് യുദ്ധം ഇപ്പോൾ നടത്തുന്നതെന്നാണ് ഈ റബ്ബിമാർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനാണ്
സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ ജീവൻ വെച്ചും കഴിഞ്ഞിട്ട് വില പേശുന്നത്, അല്ലെങ്കിൽ ജീവൻ വെച്ചുകൊണ്ട് കളിക്കുന്നത്. അതിൽ ഇടപെടാത്ത എന്തുകൊണ്ടാണ് ഇസ്രായേൽ സർക്കാരിനോട് ചോദിക്കുന്നു. കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അവരെ മോചിപ്പിക്കാൻ വളരെ 10 മിനിറ്റോട് നടക്കുന്ന കാര്യമാണ്. കരാർ വ്യവസ്ഥ അംഗീകരിക്കണം, മധ്യസ്ഥരുണ്ട്, അവർ സംസാരിക്കണം എന്നുള്ള രീതിയൊക്കെ. അവിടുത്തെ അവസ്ഥകൾ ഈ വീഡിയോയൊക്കെ പുറത്തിറക്കുന്നതോടനുബന്ധിച്ച് അവരുടെ കൈവശത്തിലുണ്ട് എന്ന് പറയുന്ന 20 ബന്ദികളും ഇപ്പോൾ ജീവനോട് എത്ര പേരുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ട സ്ഥിതിയാണ്. ആയതിനാൽ തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ജൂതറബിമാർ കൂടി പറഞ്ഞതോടുകൂടി രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും ഇസ്രായേലിനെതിരെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.